ഒരു ഓല എടുത്തിട്ട് അതേപോലെ ഞാൻ അത് കീറിയെടുക്കട്ടെ. ഈർക്കിലിന്ന് നമുക്ക് കീറിയെടുക്കാം. ഈർക്കിലി ആവശ്യമുണ്ട്. കൊച്ചു പിടിച്ച നമുക്ക് ഇതിൻ്റെ അറ്റമൊന്നും മുറിച്ച് കളയാം. കടഭാഗം മുറിച്ചു വിട്ടു. എന്തിനാ? അല്ലെങ്കിൽ അതവിടെ യോജിച്ചിരിക്കണ പോലെ ഇരിക്കണം. ചെറിയ കഷ്ണാക്കി എടുത്തിണ്ടേ. മതിയാവും എൻ്റെ കൈക്ക്. ഈ ഒരു കഷ്ണം കൂടി കൊച്ചു പിടിക്ക്. അത് പിന്നെ മതി. ഇനി ഇതിൽ നിന്ന് നമുക്കൊരു ചെറിയ പീസ് മുറിച്ചെടുക്കാം. എത്ര ചെറിയ പീസ് കാണുന്നുണ്ടോ? എന്നിട്ട് നമുക്കിത് ഇങ്ങനെ ആദ്യം എന്താ ഉണ്ടാക്കുന്നത്? വാച്ച് ഉണ്ടാക്കുന്നത്? ആദ്യം വാച്ച് ഉണ്ടാക്കിയ കുരിശ് പോലെ ആക്കുക. ഇതിങ്ങനെ വെക്കുക. ഓക്കെ, ഇവിടെ നിന്ന് ഇതും വെക്കുക. എന്നിട്ടിതിങ്ങനെ മടക്കിയിട്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ കയറ്റി കൊടുക്കുക. അതെ, അപ്പോൾ ഇതവിടെ ടൈറ്റായിട്ട് ഇരുന്നോളൂ. അതിന് വേണ്ടിയിട്ടാട്ടോ. അതെ, ഓക്കെ. ഇനി അത് കൊച്ചിൻ്റെ കയ്യിലേക്ക് വെച്ച് തരാം. വാച്ചായി റെഡി ആയി. ഇത് എത്ര ഉള്ളൂ വാച്ച്? കണ്ടോ? ഒരു മിനിറ്റ്, ഞാൻ ഇത് താഴെ വെക്കട്ടെ. ഓക്കെ, ഇനി കൊച്ചിൻ്റെ കയ്യിൽ കെട്ടുന്നത് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. ആദ്യം നമ്മൾ കയറ്റി കണ്ടോ? അതിൽ തന്നെ നമുക്ക് കയറ്റേ. ഇനി വാച്ചിന് ഡെക്കറേഷൻ വേണോ? ഇവിടുന്ന് അങ്ങോട്ട് വയ്ക്കുക, അവിടെ നിന്ന് ഇങ്ങോട്ട് വയ്ക്കുക. ഊരി പോവോ? ഊരി പോവില്ല. മീൻസ് ഇവിടെ നിന്ന് അങ്ങടാക്കിയിട്ട് അവിടെ നിന്ന് ഇങ്ങടാക്കുമ്പോഴേ ഇല്ല. ഓക്കേ, അത് കൊള്ളാട്ടെ. അതെനിക്ക് ഇഷ്ടപ്പെട്ട ഡെക്കറേഷൻ. ഇങ്ങനെയുണ്ട്. ഡെക്കറേഷൻ ഇല്ലാണ്ടും നമുക്ക് സാധാരണ പോലെ തന്നെ വെക്കാം. ഇഷ്ടപ്പെട്ടോ? ഇനി അടുത്ത് നമുക്ക് ഇതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് അതെനിക്ക് 2-3 ഉണ്ടാക്കി തരണേ. ഇതെനിക്ക് 2-3 ഉണ്ടാക്കി തരണം കേസ്. ഇനി അടുത്ത് നമുക്ക് പാവാനി ഉണ്ടാക്കാം കേട്ടോ. ഓക്കെ, അതിനായിട്ട് നമ്മൾ നേരത്തെ മുറിച്ചൊരു ഈർക്കിലിയും വേറൊരു പീസ് വെക്ക് തന്നായിരുന്നു. അതേപോലെ തന്നെ വാച്ച് ഉണ്ടാക്കണതിന്റെ പകുതി തന്നെയാ കേട്ടോ. അത്രയും ഭാഗം സെയിം ആണ്. എൻ്റെ വാച്ചിക്ക് ഇഷ്ടപ്പെട്ടേ. ഇത് കാണിച്ചു. അതുപോലെ തന്നെ ആക്കുക. ഇങ്ങനെ വെക്കുക, ഇങ്ങനെ വെക്കുക. മുകളിൽ നിന്നുള്ളത് താഴത്തേക്ക് വെക്കുക. എന്നിട്ടൊന്ന് നേരത്തെ ചെയ്ത സെയിം സംഭവം തന്നെ അത്ര തന്നെ ഇതുവരെ. പക്ഷെ അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി സംഭവങ്ങൾ ഉണ്ടെന്ന് മാത്രം. ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ അതവിടെ ടൈറ്റായി. ഇനി നമുക്കത് ലൂസ് ഇങ്ങനെ ഊരി വരില്ല. ഇതുവരെയാണ് നമ്മൾ വാച്ചിൽ കാണിച്ചത്. ഇനി എന്ത് ചെയ്യണം? ഇനി നമുക്കിത് അതിൻ്റെ ഉള്ളിലേക്ക് ഇവിടെ ഉള്ളിലോട്ട് കയറ്റി വെക്കാം. എന്നിട്ട് ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത്ര റെഡി ആയില്ലേ? ഇനി നമുക്ക് ഈർക്കിലി വേണ്ടേ? ഈർക്കിലി വേണം. ഇതിവിടെ ആദ്യം ഒരു കുഞ്ഞൊരു ട്രയാങ്കിൾ ഷേപ്പിൽ കുറച്ചൊന്ന് വെട്ടി കൊടുക്കുക. ആ വെട്ടിയ ഭാഗം ഒന്ന് കാണിച്ചു തരാമോ? ഇത്ര ഒന്ന് വെട്ടി കൊടുക്കാം കേട്ടോ. കുഞ്ഞതാക്കി വെട്ടിയാൽ മതി. ഈർക്കിലി എടുക്കട്ടെ. ഞാൻ എടുക്കാം. ഇവിടെ വരെ വന്നിട്ടുണ്ട്. ഇത്ര ചെറുതായിട്ട് വെട്ടുന്നുണ്ട്. വീഡിയോയിൽ കാണുമ്പോൾ ഇച്ചിരി വലുതായിട്ട് തോന്നുന്നുണ്ട് നമുക്ക്. ഈർക്കിലിയുടെ ഉള്ളിലത്തെ ഓലയൊന്ന് കളയട്ടെ കേട്ടോ. അതിൻ്റെ ഇടയിൽ എനിക്ക് കുറച്ച് വലിയതായിട്ടുള്ള ചെറിയൊരു പനി വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് പനിയൊക്കെ കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യമായിട്ട് ഇങ്ങനത്തെ അത്ര വലിയ പനി വരുന്നത്. ഞങ്ങൾക്ക് 3 പേർക്കും വന്നു. കിച്ചുമണിയുടെ ചേട്ടനും വന്നു, കിച്ചുമണിക്കും വന്നു, അമ്മയ്ക്കും വന്നു, എനിക്കും വന്നു. വല്ലാത്തൊരു പനിയായിരുന്നു കേസ്. മറക്കാൻ പറ്റാത്ത പനിയായിരുന്നു. നല്ല പനിയായി പോയി. ഇപ്പൊ കുറഞ്ഞു വരുന്നുണ്ട്. ഈർക്കിലി എടുത്തു ഒടിച്ചു കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിന് എത്ര വലിയ പീസ് നോക്ക്. അതെ, എത്ര ഉണ്ട് കേട്ടോ. ഇനി ഇതിന് നമുക്ക് ഇവിടെ നിന്നായാലും കീറി എടുക്കണേ. ഈർക്കിലി ഇങ്ങനെ കീറി എടുക്കണം. ഇങ്ങനെ എടുത്താ നമ്മുടെ കൈ മാത്രമേ കാണുന്നുള്ളൂ. അത് കീറി വരുമ്പോ ശരിയാവും. ഇതാ കണ്ടോ? ഇതുപോലെ കുറച്ചും കൂടി ടൈറ്റിൽ കിട്ടിയെങ്കിൽ നല്ലതായിരുന്നു. പക്ഷെ ഒരു ഭാഗം ശോഷിച്ച പോലെ ഒരു ഭാഗം തടിച്ചിട്ടുമാണ് കിട്ടണത്. നോക്കട്ടെ, ഞാൻ ഇപ്രാവശ്യം ശരിയാവാ നോട്ടെ കേട്ടാ. അയ്യോ, നമ്മൾ കത്രികയല്ലേ എടുത്തിട്ട് വന്നേ. കത്തി വേണ്ടതായി. ശരിയായിടി. ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെയൊന്ന് ഒടിച്ചു വെക്കുക. ഇങ്ങനെയൊന്ന് ഒരു വൈ പോലെ. അതെവിടെ നമ്മുടെ പാവക്കുട്ടി. ഇതിങ്ങനെ
അടിവശം നമുക്ക് നമ്മളാ കീറിയ ഭാഗമില്ലേ അതിലേക്ക് ഇറക്കി വയ്ക്കാം. ഇറക്കി വെക്കും. അതിലേക്ക് കൂടെ ഇറക്കി അതിൻ്റെ ഉള്ളിൽ കൂടെ കൈ രണ്ട് വശത്തും അങ്ങോട്ടാക്കി വെക്കണേ. ഉള്ളിക്കാക്കി വെക്കണം. ഓക്കെ. അതില്ലേ ഇനി അച്ഛനെ കണ്ട് നീങ്ങി നിന്നിട്ട് കാണിച്ചാൽ ഓക്കെ. ഡാൻസ് കളിക്കുന്ന പാവക്കുട്ടി. ഓക്കേ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അയ്യോ നമ്മുടെ കൈ ഒടിഞ്ഞു പോയോ? പാവക്കുട്ടിയുടെ കൈ ഒടിഞ്ഞോ? ഇതാ ഇല്ല, എന്നാലും ഇച്ചിരി വ്യത്യാസം വന്നു. ചെറിയൊരു ചെരുവില്ലോ. ഇതെന്താ മെയ് കൈക്ക് ഇച്ചിരി ചെറുതായിട്ടുള്ളൊരു ചെരുവ്. കീറി പോരും അവിടെ. ഓക്കെ. ഇങ്ങനെയാണ് പാവക്കുട്ടി. കണ്ടോ ഡാൻസ് ചെയ്യാം. ഇതാണ് നമ്മുടെ വാച്ച്. ഇതാണ് നമ്മുടെ വാച്ച്. ഇതാണ് നമ്മുടെ പാവക്കുട്ടി. ഇതൊന്ന് ഞാൻ കളിച്ചു നോക്കട്ടെ. ഇതൊന്ന് വെച്ച് പതുക്കെ വെറുതെ വീട്ടിലിരിക്കുമ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല രസമുണ്ട് കേട്ടാ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണു. ഓക്കെ, താങ്ക് യു. ഒരു കൈ പക്ഷേ അത് നമ്മൾ മുറിച്ചത് ചിലപ്പോൾ ശരിയാവാതായിരിക്കും. പതുക്കെ ആക്കി, അല്ലെങ്കിൽ അത് വിട്ടുപോകും.